Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ലെസ് മിറർ ഗ്ലേസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് റെയിൻബോ കേക്കിന്റെ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മിറർ ഗ്ലേസ് കേക്കാണ് ഇത്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ ചെറിയ ചൂടുള്ള 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വിനാഗിരി മിക്സ് ചെയ്തിട്ട് വെക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഈ പാലൊന്ന് പിരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml അളവ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ച് വെക്കുന്നുണ്ട്. ഒരു 2 തവണ അരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു വട്ടം ഒന്ന് അരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിച്ച് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇത് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്കായിട്ട് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒരു 1/2 കപ്പ് എടുത്താൽ മതി. ഇതിലേക്ക് ഇനി 1/2 കപ്പ് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടിച്ച പഞ്ചസാരയോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ആക്കി എടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാര ഒരു 2 കപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതേപോലെ ചേർത്തിട്ട് ഒന്ന് സാവധാനത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം കേക്ക് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 കളറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 കേക്കായാലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കനത്തിൽ ഓരോ കേക്കും കിട്ടും. അപ്പോൾ ഞാനിത് 6 കളർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ടാണ് കളർ ചേർക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നത്. തണുപ്പില്ലാത്ത പാൽ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 13 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കേക്കെല്ലാം ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് കുറച്ച് നേരം ബാറ്റർ ഇരിക്കുമ്പോൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ കേക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നമ്മൾ ലാസ്റ്റ് ബേക്ക് ചെയ്ത കേക്കാണ് ഈ യെല്ലോ കളറിലുള്ളത്. അതും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വിനാഗിരി ചേർത്തതുകൊണ്ട് ലാസ്റ്റുള്ള ഇപ്പോൾ കുറേ ടൈം പുറത്തിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ വരും. നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. കേക്കെല്ലാം തണുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചൂടുള്ള വെള്ളം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഓരോ പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിലേക്ക് ഇങ്ങനെ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ക്രഷ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ കണ്ടൻസ്ഡ് മിൽക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഈ ഓരോ ലെയറിലുമായിട്ട്. ഇതേപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഈ മറ്റേ അറ്റത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് തണുപ്പിച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ അപ്പോഴും തന്നെ ചെയ്യുന്നുണ്ട്, ക്രം കോട്ട് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ മൊത്തത്തിൽ ക്രീം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് മിറർ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടിരിക്കണം. അപ്പോൾ രാത്രിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ എടുത്തിട്ട് മിറർ ഗ്ലേസ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ക്രീമൊക്കെ നല്ല ലെവൽ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് മിറർ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വേണം ഇതിലേക്ക് മിറർ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. മിറർ ഗ്ലേസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ജെലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. അതുപോലെ കോൺ സിറപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺ സിറപ്പ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സിറപ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിനൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ മതി. ഒരുപാട് അങ്ങ് തിളക്കിയൊന്നും വേണ്ട. ഒന്ന് നന്നായിട്ട് ഇത് മെൽറ്റായിട്ട് ഒന്ന് നല്ലപോലെ ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്ലെയിം കത്തിക്കേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി വരും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. മിറർ ഗ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും അരിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടില്ല. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നല്ലൊരു ചൂട് പോയിട്ട് ഒരു കൈ തൊടുമ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ മെൽറ്റായി പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ ഇതിലേക്ക് നല്ല ഒരു ഡാർക്ക് ബ്ലൂ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ഡാർക്ക് കളർ, ഒരു ബ്ലാക്ക് കളറും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വയറാക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് മിറർ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല പോലെ തന്നെ തണുത്തിരിക്കണം, ഇല്ലെങ്കിൽ ക്രീമൊക്കെ മെൽറ്റായി പോകും നമ്മളിത് ഒഴിക്കുമ്പോൾ. ഒരു പ്രാവശ്യം ഒഴിച്ച് നോക്കിയിട്ട് സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് താഴെ വന്നിട്ടുള്ളത് നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ചയോളം വെച്ചിട്ട് നമുക്ക് പിന്നീട് കേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഡ്രിപ്പായി പോയി കഴിയുമ്പോൾ ഇതൊരു കേക്ക് ബോർഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഡാർക്ക് കളറുള്ള ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി ഒരു സൈഡിൽ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മിറർ ഗ്ലേസ് തന്നെ ഒന്ന് കളർ ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഒലിച്ച് പോയിട്ട് വേണം കേക്ക് ബോർഡിലേക്ക് മാറ്റാനായിട്ട്. കേക്കിന് താഴെയായിട്ട് ബോർഡർ കൊടുക്കാനായിട്ട് കുറച്ച് പഞ്ചസാരയിൽ ബ്ലൂ കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. താഴെയായിട്ട് ബോർഡറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഭംഗിയിൽ കിട്ടും. ഒരു നല്ല ബ്ലൂ കളർ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മിറർ ഗ്ലേസ് കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്